എന്തുകൊണ്ടാണ് കേരളത്തിലെ ഒരു വിഭാഗം, അതായത് CPM ഉൾപ്പെടെയുള്ള ഇവിടെ രാഹുലിനെ എതിർക്കുകയും അതിനൊപ്പം തന്നെ രാഹുലാണ് ആകെ പ്രതീക്ഷ എന്ന് പറയുകയും ചെയ്യുന്നത്? ഇപ്പോൾ ബ്രേവിൻ്റെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കൊരു യാത്ര നടത്തിയിരുന്നു, കോയമ്പത്തൂരിലേക്ക് പോയിരുന്നു. കോയമ്പത്തൂരിൽ വെച്ചൊരു CPMൻ്റെ CPMൻ്റെ ഒരു അവിടുത്തെ ഒരു ഘടകത്തിൻ്റെ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു. അദ്ദേഹം രാഹുലിനെ പറ്റി വാതോരാതെ സംസാരിക്കുകയായിരുന്നു. രാഹുലിനാണ് പ്രതീക്ഷ മുഴുവൻ, യുവാക്കളുടെ പ്രതിനിധിയാണ്, രാഹുലിനാണ് പ്രതീക്ഷ, രാഹുലായാലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പുറത്തോട്ട് വന്നപ്പം ആനിരാജയുടെ ഒരു വേദിയിൽ രാഹുലിനെതിരെ CPM നേതാക്കൾ വളരെ 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 വിമർശനങ്ങൾ. അതാണ് അവസ്ഥ. രാഹുലിന് ഇനി എന്താണ് ഒരു ഭാവിയുള്ളത്? എന്താണ് അദ്ദേഹം പാർലമെന്റിൽ തന്നെ, താങ്കൾക്കറിയാം, പാർലമെന്റിൽ അദ്ദേഹം ആകെ ചെയ്തതെന്ന് വെച്ചാൽ കണ്ണടച്ച് കാണിക്കുക, പിന്നെ നരേന്ദ്രമോദിയെ ചെന്ന് കെട്ടിപ്പിടിക്കുക, ഇതൊക്കെയാണ് അദ്ദേഹം ചെയ്തത്. അല്ലാതെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ രാഹുൽ ഗാന്ധിയുടേതെന്ന് പറയപ്പെടുന്ന രീതിയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. എല്ലാം പോട്ടെ, അമേഠിയിൽ തോറ്റ് വയനാട്ടിലേക്ക് വരേണ്ട ഒരവസ്ഥ, അങ്ങനെയാണ്. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ കുറെ ആളുകളുണ്ട് അദ്ദേഹത്തിന് ചുറ്റും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഗ്രൗണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം നിരവധി തവണ ഇപ്പം അദ്ദേഹം പാർലമെന്റിലെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ ഒരു സംസാര രീതി അറിയാം. കാരണം കുറേ വാചാടോപങ്ങൾ ഇങ്ങനെ എടുത്തിടും, കുറേ കാര്യങ്ങൾ പറയും, കുറേ ത്യാഗം പറയും. എൻ്റെ കുടുംബം എങ്ങനെയായിരുന്നു, എൻ്റെ കുടുംബം. ഇപ്പം പറഞ്ഞാൽ ഇന്ത്യൻ ജനറേഷനിൽ ഇപ്പം നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 60% വരുന്ന ജനവിഭാഗം അല്ലെങ്കിൽ ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ യങ് പോപ്പുലേഷനാണ്. അവരെ സംബന്ധിച്ചിടത്തോളം മെറിറ്റിനാണ് പ്രധാനം. കാരണം നിങ്ങൾ 10 വർഷമായിട്ട് ഇപ്പം പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ 20 വർഷമായി കോൺഗ്രസ് പാർട്ടിയിലുണ്ട്, നിങ്ങൾ ഇതുവരെ എന്ത് ചെയ്തു എന്നാണ് യങ് ജനറേഷൻ നോക്കുന്നത്. രാഹുൽ ഇതുവരെ എന്താണ് രാഹുലിൻ്റെ കോൺട്രിബ്യൂഷൻ? സ്വന്തം സർക്കാരിനെതിരെ, അതായത് മൻമോഹൻ സിംഗിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയത് 2013 ഓർമ്മയില്ലേ, ആ ബില്ല് ഓർഡിനൻസ് കയറി എറിഞ്ഞത്. അതായത് ആളൊരു ഒറ്റയാൾ പട്ടാളം. അദ്ദേഹത്തിൻ്റെ ഇമേജ്, രാഹുലിൻ്റെ ഇമേജ് മാത്രമല്ല, സർക്കാരിൻ്റെ ഇമേജ് പോലും പ്രശ്നമില്ല, പാർട്ടിയുടെ ഇമേജ് പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത രീതിയിലുള്ള ഒരു സന്ദേശമാണ് നൽകുന്നത്. പക്ഷേ ആൾക്ക് തോന്നിയ രീതിയിൽ ആൾ പറയുന്നു. പക്ഷേ ഇത് കറക്റ്റ് ചെയ്യാൻ ആരാണ്? കാരണം കറക്റ്റ് ചെയ്യാൻ ആരുമില്ല. കാരണം രാഹുലിനെ നേർവഴിക്ക് നടത്തുക, അല്ലെങ്കിൽ രാഹുലിൻ്റെ ഇമേജ് മാറ്റാൻ ആർക്ക് പറ്റും? ചോദ്യം ചെയ്യാൻ പാടില്ല. ആ ഡൈനാസ്റ്റിക് ആയുള്ള ആ ഒരു പ്രശ്നം, അത് ഈ കോൺഗ്രസിൽ ആ ഒരു സ്തുതിപാഠകരുടെ ഒരു ഇത്, ആ ഒരു കൾച്ചർ, അത് മാറാതെ എങ്ങനെ കോൺഗ്രസ് BJP പോലത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ നേരിടും എന്നുള്ളതാണ്. പിന്നെയാണെങ്കിൽ ഇപ്പം കാസ്റ്റ് വിഷയമാണ് പുള്ളി എപ്പോഴും ഉയർത്തുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ പോവർട്ടിയെക്കുറിച്ച് പറയുന്നു. ഈ പോവർട്ടിയെക്കുറിച്ച് രാഹുൽ 2013 പറഞ്ഞത്, പോവർട്ടി അന്ന് UPA സർക്കാരാണല്ലോ, പോവർട്ടി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, അതായത് ഒരു മാനസികാവസ്ഥയാണ്, അത് ഒരു തോന്നലാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം ദാരിദ്ര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികാരത്തിൽ വന്ന ഒറ്റയടിക്ക് ദാരിദ്ര്യം മാറ്റും എന്നൊക്കെയാണ് പറയുന്നത്. കഴിഞ്ഞ 60 വർഷമായി അടിക്കാനുള്ള വടി കയ്യിൽ. 1970-കളിൽ മുത്തശ്ശി ഗരീബി ഹട്ടാവോ എന്ന് പറഞ്ഞതാണ്. നമ്മൾ ഈ കോൺഗ്രസിൻ്റെ ഈ വെൽഫെയർ സ്കീംസിനൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ അമേഠിയുടെയും റായ്ബറേലിയുടെ അവസ്ഥ നമ്മൾ നോക്കിയാൽ മതി. അമേഠി ഇപ്പോൾ ഒരുപാട് മാറി കഴിഞ്ഞ 5 വർഷത്തിനിടെ. റായ്ബറേലിയിലേക്ക് അവസ്ഥ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ നിന്ന് BJPയോ അല്ലെങ്കിൽ മറ്റു BJPയൊക്കെ പ്രതിനിധീകരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്ന് നേരെ അമേഠിയിലോ റായ്ബറേലിയിലോ എത്തുകയാണെങ്കിൽ ആ ഡിഫറൻസ് അറിയാം. അമേഠിയിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. സ്മൃതി ഇറാനി വന്നതിന് ശേഷം നല്ല മാറ്റമുണ്ട്. അതിപ്പോൾ എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വരും, അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും. പക്ഷേ റായ്ബറേലിയിലൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും മൊത്തത്തിലൊരു വല്ലാത്ത ദയനീയ അവസ്ഥയാണ്. ഇപ്പോഴും കുടിലുകളും ഒക്കെ ആയിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇത് ഇത്രയും കാലം ഈ ഒരു കുടുംബം പ്രതിനിധീകരിച്ചത് സ്വന്തം മണ്ഡലം പോലും അവർക്കൊരു നല്ല നിലവാരത്തിലേക്ക് ഉയർത്താൻ സാധിച്ചിട്ടില്ല. വാരണാസി ഇപ്പോൾ എന്തായെന്ന് നമുക്കറിയാം. വാരണാസിയിലെ അവസ്ഥ എന്താണെന്നുള്ളത് കാണാം. എത്ര മനോഹരമായ രീതിയിലാണ് വാരണാസി ഇപ്പോൾ മാറിയതെന്നുള്ളത് നമുക്കറിയുന്ന കാര്യം, നമ്മുടെ മുമ്പുള്ളതാണ്. അപ്പോൾ ഇത് തന്നെയാണ് പ്രശ്നം. കാരണം ഇന്ത്യൻ മുഖ്യധാര എന്താണോ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭൂരിഭാഗം ജനവിഭാഗം എന്താണോ ചിന്തിക്കുന്നത് എന്നുള്ള യാതൊരു ഐഡിയ അവർക്കില്ല. ഇപ്പോൾ രാഹുൽ തന്നെ ദക്ഷിണേന്ത്യയിൽ വന്നിട്ട് രാമക്ഷേത്രത്തിനെതിരെ സംസാരിക്കുന്നു. അയോധ്യയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അതിനെ വേറെ രീതിയിൽ ശ്രീരാമ നാമം ഉരുവിടുന്നതിന് എതിരെ വിമർശിക്കുന്നു. അങ്ങനെ പല രീതിയിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പിന്നീട് പെട്ടെന്നൊരു നിമിഷം ഉത്തരേന്ത്യയിൽ മത്സരിക്കാൻ പോകുമ്പോൾ ആൾ ക്ഷേത്രങ്ങൾ കറങ്ങി നടക്കുന്നു. ഫുള്ള് എന്താ പറയുക, ബ്രാഹ്മണനാണ് ഞാൻ എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പശ്ചാത്തലം പറയുന്നു. അതെ. അപ്പം ഇങ്ങനെ ഒരു പാരഡോക്സ് ആണ് ശരിക്കും രാഹുൽ.